ഈ അവിഹിതത്തിലൊക്കെ പെട്ടുപോയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ള പൂശി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഈ ഐസ് ക്യൂബിന് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അത്രമാത്രം വ്യർത്ഥമാണത്. ഒരു കാര്യമില്ല, എത്ര പൂശിയാലും വെളുക്കില്ല. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ ചീറ്റ് ചെയ്യപ്പെട്ട പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവര് ഡിപ്രസ്ഡ് ആയിട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്യന്തം മോശമായിരിക്കും. നമ്മൾ അത്രമേൽ സ്നേഹിച്ച ഒരാള്, വിശ്വസിച്ച ഒരാളിൽ നിന്നുള്ള ചതി ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ ആകെ മൊത്തം തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇമോഷണലി അത്ര കണ്ട് വീക്കായിരിക്കും. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, ദേഷ്യം വന്നുകൊണ്ടിരിക്കുക, സൂയിസൈഡൽ ഐഡിയേഷണൽ തോട്ട്സിക്കൂടെ കടന്നു പോവുക. മറ്റൊരു വിഷമം എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചിന്തയിലുണ്ട്. അതായത് ഒരു പാർട്ട്ണർ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിന്നെ കൊള്ളില്ലാഞ്ഞിട്ടാണ്, നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണ്. ഈ ചിന്തകൾ അവരുടെ തലയിലും എപ്പോഴൊക്കെയോ കെയർ ചെയ്തുകൊണ്ട് സെൽഫ് വർത്ത്, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം ഇതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ നല്ലതല്ലാത്തതുകൊണ്ടാണ്, കാണാൻ മോശമായതുകൊണ്ടാണ്,